Hi friends, welcome to Veranda YouTube channel. എൻ്റെ പേര് ജീനു. നമ്മളിപ്പോൾ നോക്കുന്നത് ബാങ്കിങ് അവയർനെസ് പാർട്ട് 8 ആണ്. ഇന്ന് RBI ആൻഡ് ഇറ്റ് ഫങ്ഷൻസിൻ്റെ പാർട്ട് 4 ആണ്. അതായത് RBI ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ് നമ്മൾ പാർട്ട് 3 ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. അപ്പോൾ ഇന്ന് പാർട്ട് 4ൽ RBIയുടെ ഫങ്ഷനായിട്ട് വരുന്നതിൽ നമ്മൾ ബേസൽ നോംസ് ആണ് നോക്കുന്നത്. ഓക്കെ, അതിന് ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുൻപ് ഇതാണ് നമ്മുടെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ് എന്ന് പറയുന്നത്. 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡിൽ ഉൾപ്പെടുന്നതാണ് ബേസിക് ക്ലാസ്, ബേസിക് സർക്കിൾ, എക്സ്ട്രീം സർക്കിൾ, സൂപ്പർ ബാച്ച്, റിപ്പ് പ്രോഗ്രാം ആൻഡ് മോക്ക് ഇൻ്റർവ്യൂ. ബേസിക് ക്ലാസ്സിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ബാങ്ക് എക്സാമിന് നമ്മൾ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് വെച്ച് കുറച്ച് ടോപ്പിക്സ് ഉണ്ടാവും. അതെല്ലാം നമുക്ക് എക്സാമിന് ആവശ്യമായ രീതിയിലുള്ള ഗൈഡൻസ് ആയിരിക്കും നമ്മുടെ ബേസിക് ക്ലാസ്സിൽ തരുന്നത്. ഷോർട്ട് കട്ട്സും പറയും. പിന്നെ ഉള്ളത് ബേസിക് സർക്കിളിൽ ക്ലാസ്സിൽ കിട്ടിയ ഷോർട്ട് കട്ട്സ് വർക്ക് ചെയ്ത് നമ്മൾ കുറേ മെറ്റീരിയൽ വർക്കൗട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് പ്രിലിംസ് ലെവൽ ഫോക്കസ് ചെയ്താണ് നമ്മൾ ബേസിക് സർക്കിൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് പ്രിലിംസ് എക്സാം, ബേസിക് സർക്കിൾ കഴിയുമ്പോൾ നമ്മൾ പ്രിലിംസ് എക്സാം പാസ്സാവാനായിട്ട് എലിജിബിൾ ആവും. അതായത് പ്രിലിംസ് എക്സാമിന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണോ, എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണോ ചോദിക്കുന്നത് അതെല്ലാം നമ്മൾ കവർ ആയിട്ടുണ്ടാവും. പിന്നെ ഉള്ളത് എക്സ്ട്രീം സർക്കിളാണ്. എക്സ്ട്രീം സർക്കിളിൽ വരുന്നത് നമ്മുടെ മെയിൻസിന് എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണോ ചോദിക്കുന്നത് ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സ്ട്രീം സർക്കിളിൽ ഇതേപോലെ നമ്മൾ സർക്കിളായിട്ടിരുന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അവിടെയും ബേസിക് സർക്കിളിലും എക്സ്ട്രീം സർക്കിളിലും മെൻറ്റർ സപ്പോർട്ട് ഉണ്ടാവും. പിന്നെ ഉള്ളത് സൂപ്പർ ബാച്ച് ആണ്. സൂപ്പർ ബാച്ച് എന്ന് പറയുന്നത് നമ്മുടെ എക്സാം വരുമ്പോൾ എക്സാം ഫോക്കസ് ചെയ്ത്, അതായത് എക്സാമിന് 30 ദിവസം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്ട്രെച്ചിൽ പഠിച്ച് എക്സാം എഴുതാനായിട്ട് പ്രിപ്പയർ ആവുന്നതാണ് സൂപ്പർ ബാച്ച് എന്ന് പറയുന്നത്. അവിടെ പ്രിലിംസും മെയിൻസും ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, മെൻറ്റർ സപ്പോർട്ടും ഉണ്ടാവും. എന്നാൽ ബേസിക് സർക്കിളിനെയും എക്സ്ട്രീം സർക്കിളിനേക്കാളും വ്യത്യാസം എന്ന് പറയുന്നത് ബേസിക്കിലും എക്സ്ട്രീമിലും നമുക്ക് ഇത്ര ടൈമിൽ ഈ മെറ്റീരിയൽ കംപ്ലീറ്റ് ചെയ്ത് ഈ ഇത്ര ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നുള്ളൊരു ടൈം ലിമിറ്റ് വെക്കില്ല. കാരണം പുതിയ കുട്ടികളാണ്, അപ്പം ചെയ്യാൻ ടൈം എടുക്കും. പക്ഷേ സൂപ്പർ ബാച്ചിൽ അങ്ങനെയല്ല, എക്സാമിന് പോകാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ എക്സാമിന് എങ്ങനെയാണോ ടൈം, അതായത് എക്സാമിന് 100 ക്വസ്റ്റ്യൻ 60 മിനിറ്റിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ സൂപ്പർ ബാച്ചിൽ മെറ്റീരിയലും അങ്ങനെ തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. പിന്നെ ഉള്ളത് റിപ്പാണ്. റിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ബാച്ചിൽ നമ്മൾ മെറ്റീരിയൽ വെച്ച് സോൾവ് ചെയ്യുന്നെങ്കിൽ മോക്ക് എക്സാംസ്, അതായത് നമ്മൾ എക്സാമിന് എങ്ങനെയാണോ എഴുതുന്നത് അതുപോലെ കമ്പ്യൂട്ടറിൽ നമ്മൾ മോക്ക് ടെസ്റ്റ് എഴുതണം. അതാണ് റിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത്. നമ്മുടെ മോക്ക് ഇൻ്റർവ്യൂവിൽ നമ്മൾ IBPS-നാണെങ്കിലും SBI POയ്ക്കാണെങ്കിലും ഇൻ്റർവ്യൂ സെഷൻ ഉണ്ടാവും. അതേപോലത്തെ ഒരു ഇൻ്റർവ്യൂ നമ്മളിവിടെ കണ്ടക്ട് ചെയ്യും. മോക്ക് ഇൻ്റർവ്യൂ നമ്മളെ റിട്ടയർഡ് AGMs ആയിരിക്കും നമുക്ക് ഗൈഡൻസ് തരുന്നത്. അതായത് ഇൻ്റർവ്യൂ ചെയ്യുന്നത് പോലെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും തെറ്റ് പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കി പറയാമായിരുന്നുവെങ്കിൽ അവരുടെ സജഷൻസ് നമുക്ക് തരും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്തിട്ട് നമ്മുടെ റിയൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അത്രയാണ് നമ്മുടെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നമ്മുടെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇതാണ് ബേസൽ നോംസ് ആണ്. ബേസൽ നോംസ് നമ്മുടെ ബാങ്കിങ് അവയർനെസ്സിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നോക്കാം. ബേസൽ നോംസ് ആർ സെറ്റ് ബൈ ബാങ്ക് ഓഫ് ഇൻ്റർനാഷണൽ സെറ്റിൽമെൻറ്റ്. ബാങ്ക് ഓഫ് ഇൻ്റർനാഷണൽ സെറ്റിൽമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1930 എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള, അതായത് സ്റ്റാർട്ടായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. 1930 ബേസൽ എന്ന് പറയുന്ന സ്ഥലത്ത്, സ്വിറ്റ്സർലാൻഡിലെ ബേസൽ എന്ന് പറയുന്ന സിറ്റിയിൽ 1930 സ്റ്റാർട്ടായ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ പറയുന്ന ബാങ്ക് ഓഫ് ഇൻ്റർനാഷണൽ സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് അവിടെ ഒരു ബാങ്ക് ഫെയിലിയർ ഉണ്ടായി. അതിനെ തുടർന്നാണ് ഈ ബേസൽ നോം വരെ എത്തി നിൽക്കുന്നത്. അതായത് 1930 ബാങ്ക് ഓഫ് ഇൻ്റർനാഷണൽ സെറ്റിൽമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു ബേസൽ എന്നുള്ള സ്ഥലത്താണ്, സ്വിറ്റ്സർലാൻഡിൽ. അത് കഴിഞ്ഞ് ഒരു ബാങ്ക് ഫെയിലിയർ ഉണ്ടായി. അത് കാരണം ഉണ്ടായ റിസ്ക്, അതായത് നമ്മളിപ്പോൾ ഒരു ബാങ്കിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ പബ്ലിക്കിൻ്റെ കയ്യിൽ എക്സ്ട്രാ ഉള്ള എമൗണ്ട് നമ്മൾ ഡെപ്പോസിറ്റ് ആയിട്ടിടും. അതാണ് നമ്മുടെ ബാങ്കിൻ്റെ ബാങ്കിന് കിട്ടുന്ന എമൗണ്ട് അതാണ്. അത് വെച്ചാണ്, ആ എമൗണ്ട് എടുത്താണ് ബാങ്ക്സ് ലോണായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ആ ലോണിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റാണ് നമ്മുടെ ബാങ്കിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ലോൺ കൊടുക്കുന്നത് തിരിച്ചടവ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു ബാങ്കിന് ഡിപ്പോസിറ്റ് 1 ലക്ഷം രൂപ കിട്ടി, എന്നിട്ട് ആ 1 ലക്ഷവും എടുത്ത് ലോണായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അത് തിരിച്ചടവ് വന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബാങ്ക് പൂട്ടും. അങ്ങനെ ഒരവസ്ഥ വരുന്ന സമയത്ത് ആ ലോണ്
തിരിച്ചടവ് വന്നില്ലെങ്കിലും ബാങ്ക് പൂട്ടാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം എന്നുള്ളൊരു ചിന്ത വന്നത് ഈ ബാങ്ക് ഓഫ് ഇൻ്റർനാഷണൽ സെറ്റിൽമെൻറ്റിൻ്റെ ബാങ്ക് ഫെയിലിയറോട് കൂടിയാണ്. അത് കഴിഞ്ഞ് 1974 എന്താ നമ്മുടെ ബേസൽ കമ്മിറ്റി ഓൺ ബാങ്കിങ് സൂപ്പർവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബേസൽ നോംസ് ആർ സെറ്റ് ബൈ ബാങ്ക് ഓഫ് ഇൻ്റർനാഷണൽ സെറ്റിൽമെൻറ്റ് in Basel, Switzerland. Central Bank of 63 countries are members of the BIS. ഇപ്പോൾ 63 countries ഉണ്ടെങ്കിലും 1974 ഈ കമ്മിറ്റി ഫോം ചെയ്ത സമയത്ത് 10 members ആയിരുന്നു ഉണ്ടായിരുന്നത്. Basel guidelines refer to broad supervisory standards formulated by this group of central banks called the Basel Committee on Banking Supervision. ഈ ബേസൽ എന്നുള്ള പേര് വരാൻ കാരണം ബാങ്ക് ഓഫ് ഇൻ്റർനാഷണൽ സെറ്റിൽമെൻറ്റ് സ്വിറ്റ്സർലാൻഡിലെ ബേസൽ എന്നുള്ള സിറ്റിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, it was in 1988 that the central banking bodies of the developed economies agreed upon the provision of capital adequacy ratio, also known as ബേസൽ അക്കോർഡ്. അതായത് ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലോണ് കൊടുത്തിട്ട് അത് തിരിച്ചടവ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു നഷ്ടം നികത്താനായിട്ട് കുറച്ച് ക്യാപിറ്റൽ ബാങ്കിന് മാറ്റി വയ്ക്കാൻ പറ്റണം. അതിനെയാണ് ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ എന്ന് പറയുന്നത്. അത് റിസ്ക് വെയ്റ്റഡ് അസറ്റ്സ് റേഷ്യോ എന്ന് പറയും. അതായത് ഇപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ലോണുണ്ട്. ഇപ്പോൾ എന്താ വെഹിക്കിൾ ലോൺ, ഗോൾഡ് ലോൺ, പിന്നെ എന്താ അതായത് പ്രോപ്പർട്ടി വെച്ചിട്ട് ലോൺ എടുക്കുന്നതൊക്കെ. ഇപ്പോൾ പ്രോപ്പർട്ടി വെച്ചാണ് ലോൺ എടുക്കുന്നതെങ്കിൽ ആ പ്രോപ്പർട്ടി ഈടായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ലോൺ തിരിച്ചടവ് വന്നില്ല എന്നുണ്ടെങ്കിലും ആ പ്രോപ്പർട്ടി വെച്ചിട്ട് ബാങ്കിന് അതിൻ്റെ റിസ്ക് മാറ്റാൻ പറ്റും. പക്ഷേ ഒരു പേഴ്സണൽ ലോണോ വെഹിക്കിൾ ലോണോ ആണെങ്കിൽ അത് തിരിച്ചടവ് വന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ബാങ്കിന് നഷ്ടമായിരിക്കും. അപ്പോൾ അതാണ് റിസ്ക് വെയ്റ്റഡ് അസറ്റ്സ് റേഷ്യോ എന്ന് പറഞ്ഞിട്ട് ഇവർ ഓരോ പെർസെൻറ്റേജ് കൊടുക്കും. അതായത് ഗോൾഡ് ലോണിന് ഇത്ര പെർസെൻറ്റേജ് റിസ്ക് ഉണ്ട്, ഹോം ലോണിന് ഇത്ര റിസ്ക് ഉണ്ട്, അങ്ങനെ നോക്കിയിട്ട് അതിൽ എത്ര ക്യാപിറ്റൽ ബാങ്ക് ഇങ്ങനെ റിസ്ക് വന്നു കഴിഞ്ഞാൽ എത്ര ക്യാപിറ്റൽ ബാങ്ക് അല്ലാതെ റിസ്ക് മാറ്റാൻ വേണ്ടി മാറ്റി വെക്കണം എന്നുള്ള ഒരു പെർസെൻറ്റേജിനെയാണ് ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അത് ക്ലിയർ അല്ലേ? അടുത്തത്, ദിസ് അക്കോർഡ് പ്രൊവൈഡ്സ് റെക്കമെൻഡേഷൻസ് ഓൺ ബാങ്കിങ് റെഗുലേഷൻസ് വിത്ത് റിഗാർഡ് ടു ക്യാപിറ്റൽ റിസ്ക്, മാർക്കറ്റ് റിസ്ക് ആൻഡ് ഓപ്പറേഷണൽ റിസ്ക്. അതായത് ലോൺ കൊടുത്തതല്ലാതെ ക്യാപിറ്റൽ റിസ്ക്, മാർക്കറ്റ് റിസ്ക്, ഓപ്പറേഷണൽ റിസ്ക് എന്നുള്ള രീതിയിൽ അല്ലാതെ കുറച്ച് നഷ്ടങ്ങളും കൂടെ ബാങ്കിന് വരാൻ ചാൻസ് ഉണ്ട്. അതും ഈ ബേസൽ നോംസിലാണ് കവറായി പോകുന്നത്. Its objective was to ensure that financial institutions have enough capital to meet obligations and absorb unexpected losses. അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇപ്പോൾ ഈ ലോണ് തിരിച്ചടവ് വരാതിരിക്കാനുള്ളത് ഒരു എക്സ്പെക്റ്റഡ് ലോസാണ്. അല്ലാതെ ഫിനാൻഷ്യൽ ക്രൈസിസ്, പെട്ടെന്നൊരു ഫിനാൻഷ്യൽ ക്രൈസിസോ എന്തെങ്കിലും ഒരു ഡിസീസോ വരുന്ന സമയത്തുണ്ടാവുന്ന അൺഎക്സ്പെക്റ്റഡ് ലോസും ഇൻക്ലൂഡ് ചെയ്യുന്നത് ബേസൽ 3യിലാണ്. അതായത് ബേസൽ 1ൽ ഇവർ ആദ്യം ചെയ്തത് ഒരു ബാങ്ക് ഫെയിലിയർ ഉണ്ടായ സമയത്ത് ആ ഒരു റിസ്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴാണ് അങ്ങനെ ഒരു റിസ്ക് മാനേജ് ചെയ്യാനായിട്ട് കുറച്ച് ക്യാപിറ്റൽ മാറ്റി വെക്കണം എന്നുള്ളൊരു ഐഡിയ വന്നത്. അങ്ങനെയാണ് ബേസൽ 1 നോംസ് വരുന്നത്. പിന്നെ ബേസൽ 2 വരുന്നത് കുറച്ചുകൂടെ ഇമ്പ്രൂവ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിലോട്ട് മാർക്കറ്റ് റിസ്ക്, ഓപ്പറേഷണൽ റിസ്ക്കും ക്യാപിറ്റൽ റിസ്ക്കും ഇൻക്ലൂഡ് ചെയ്തു. അത് കഴിഞ്ഞ് 2008 പെട്ടെന്നുള്ളൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ലോസസ് എങ്ങനെ അബ്സോർബ് ചെയ്യാമെന്ന് ആലോചിച്ചിട്ടാണ് ബേസൽ 3 കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ ബേസൽ 1 പ്രൈമർലി ഫോക്കസ്ഡ് ഓൺ ക്രെഡിറ്റ് റിസ്ക്. ക്രെഡിറ്റ് റിസ്ക് മാത്രം ഫോക്കസ് ചെയ്താണ് ബേസൽ 1 കൊണ്ടുവന്നത് ഇൻ 1988. ദിസ് റേഷ്യോ ഓഫ് ക്യാപിറ്റൽ വാസ് ഡിസൈഡഡ് ടു ബി 8%. 8% ആയിരുന്നു അതിൻ്റെ ക്യാപിറ്റൽ റേഷ്യോ ഓഫ് ക്യാപിറ്റൽ. അടുത്തത്, ദ ക്യാപിറ്റൽ അസറ്റ്സ് റേഷ്യോ ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ ക്യാപിറ്റൽ ടു ടോട്ടൽ വെയ്റ്റഡ് അസറ്റ്സ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ഇപ്പോൾ ടോട്ടൽ ഒരു റിസ്ക് എന്ന് പറയുന്നത് 6 lakh അല്ലെങ്കിൽ 600 ചെറിയ വാല്യൂ എടുക്കുകയാണെങ്കിൽ നമ്മുടെ CAR 9% ആണെങ്കിൽ ടോട്ടൽ റിസ്ക് 600 ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ 9% ആയിരിക്കും ക്യാപിറ്റലായിട്ട് മാറ്റി വെക്കേണ്ടത്. ഓക്കെ,
ഓക്കെ. അപ്പോൾ 609% എന്ന് പറയുമ്പോൾ 54 എന്ന് വരും. 10% 60 ആണ്, 9% 54. ചെറിയ വാല്യൂ എടുത്ത് പറഞ്ഞതാണ്. അപ്പോൾ ടോട്ടൽ റിസ്ക് എന്ന് പറയുന്നത് 600 ആണെന്നുണ്ടെങ്കിൽ CAR 9% ആവുമ്പോൾ നമ്മുടെ ക്യാപിറ്റൽ മാറ്റി വെക്കേണ്ട ക്യാപിറ്റൽ 54 ആണ്. ഇങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ക്യാപിറ്റൽ മുകളിൽ താഴെ റിസ്ക് വെയ്റ്റഡ് അസറ്റ്സ് റേഷ്യോ ഇൻറ്റു 100. ഓക്കെ, പെർസെൻറ്റേജ് ഇവിടെയാണ് വരുന്നത്. ഓക്കെ അല്ലേ? Thus, CAR is also known as capital to risk weighted assets ratio. അപ്പോൾ CARനെ, അതായത് ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോയെ വേറൊരു പേരിൽ അറിയപ്പെടുന്നത് ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ്സ് റേഷ്യോ CRAR എന്നാണ്. ഇറ്റ് ഈസ് ഇഷ്യൂഡ് ടു പ്രൊട്ടക്ട് ദ ഡിപ്പോസിറ്റേഴ്സ് ആൻഡ് പ്രൊമോട്ട് ദ സ്റ്റെബിലിറ്റി ആൻഡ് എഫിഷ്യൻസി ഓഫ് ദ ഫിനാൻഷ്യൽ സിസ്റ്റം. ഓക്കെ, അടുത്തത് ബേസൽ. നമ്മളിപ്പോൾ പറഞ്ഞത് ബേസൽ 1 നോമാണ്. അടുത്തത് ബേസൽ 2 നോംസിൽ it is a guide to capital adequacy standards for lenders. The aim of Basel II is to better align the minimum capital required by regulators, so called regulatory capital, with risk. Banks were guided to monitor all types of risk, credit and increased disclosure requirements and depositors in the bank, and to mandatorily disclose their risk exposure to central banks. ബേസൽ 2 ആയ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു ക്യാപിറ്റൽ റിസ്ക്, മാർക്കറ്റ് റിസ്ക്, ഓപ്പറേഷണൽ റിസ്ക് ഇത്രയും കൂടി ബേസൽ 2 ആയപ്പോൾ നമ്മുടെ എന്താ CAR പോലെ ബേസൽ 2ൽ ആഡായി. പിന്നെ ഉള്ളത് എന്താ മണ്ടേറ്ററിലി ഡിസ്ക്ലോസ് ദെയർ റിസ്ക് എക്സ്പോഷർ ടു സെൻട്രൽ ബാങ്ക്സ്. നമ്മുടെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്, ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ ഓരോ ബാങ്കിനും എത്ര റിസ്ക് ഉണ്ട്, അതായത് എത്ര ലോണ് തിരിച്ചടവ് കിട്ടാൻ ചാൻസ് ഇല്ല എന്നുള്ളത് RBI അറിയിക്കണം എന്നുള്ളത്, ഡിസ്ക്ലോസ് ചെയ്യണമെന്നുള്ളത് ബേസൽ 2 നോംസിലാണ് കൊണ്ടുവന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ credit and increased disclosure requirements and depositors in the bank, and to mandatorily disclose their risk exposure to central banks. Central banksന്, ഓരോ കൺട്രിയുടെയും സെൻട്രൽ ബാങ്ക്സിന് അതിൻ്റെ റിസ്ക് എക്സ്പോഷർ കറക്റ്റായിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളത് ബേസൽ 2ലാണ് കൊണ്ടുവന്നത്. അടുത്തത് ബേസൽ 3 നോംസ് ആണ്. It became operational from 1st January 2013 in a phased manner. It was to be fully implemented by 31st March 2019, but in the view of COVID-19, the implementation of Basel 3 norms for banking services have been deferred till January 2023. അപ്പോൾ കോവിഡിൻ്റെ കാരണം കൊണ്ട് ജാനുവരി 2023 വരെയാണ് മാറ്റി വെച്ചിരിക്കുന്നത്. മെയിൻ പ്രൊവിഷൻസ് അണ്ടർ ബേസൽ 3 നോംസ് എന്ന് പറയുന്നത് ബാങ്ക്സ് ടു ഇൻക്രീസ് ദെയർ കോർ ടയർ 1 ക്യാപിറ്റൽ റേഷ്യോ ടു 4.5. ഇത് പഠിച്ചു വയ്ക്കുക. അതായത് ടയർ 1 ക്യാപിറ്റൽ റേഷ്യോ 4.5 ആണ്. പ്രൊവിഷൻസ് ഫോർ എ കൗണ്ടർ സൈക്ലിക്കൽ ക്യാപിറ്റൽ കൺസർവേഷൻ ബഫർ ഓഫ് 2.5% by 2019. The total capital to risk assets ratio required Basel 3 proposed at 10.5. ഈ റേറ്റ്സ് മാത്രം ജസ്റ്റ് നോക്കി വയ്ക്കുക. ഞാൻ ബേസൽ 3 എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബേസൽ 1ൽ കാര്യം പറഞ്ഞു. ബേസൽ 1ൽ റിസ്ക് വരുന്ന സമയത്ത് ക്യാപിറ്റൽ ഇങ്ങനെ മാറ്റി വെക്കണം എന്നുള്ളൊരു ഐഡിയ വെച്ചാണ് ബേസൽ 1 കൊണ്ടുവന്നത്. ബേസൽ 2 ആയപ്പോൾ ക്യാപിറ്റൽ റിസ്ക്, മാർക്കറ്റ് റിസ്ക്, ഓപ്പറേഷണൽ റിസ്ക് ഇത്രയും അതിൽ ആഡ് ചെയ്തു. പിന്നെ ഉള്ളത് സെൻട്രൽ ബാങ്ക്സിൽ നമ്മുടെ റിസ്ക് എത്രയാണെന്നുള്ളത് ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളതും ബേസൽ 2ലാണ് വന്നത്. ഓക്കെ, പിന്നെ ബേസൽ 3 ആയപ്പോൾ ഈ റേറ്റൊക്കെ ഒന്ന് കൂട്ടിയിട്ടാണ് ബേസൽ 3 കുറച്ചുകൂടെ റിവൈസ് ചെയ്തത്. ബാങ്ക്സ് ടു ഇൻക്രീസ് ദെയർ കോർ ടയർ 1 ക്യാപിറ്റൽ റേഷ്യോ ടു 4.5, provision for a counter cyclical capital conservation buffer of 2.5% by 2019, and the total capital of risk assets ratio required Basel 3 is proposed at 10.5%. Okay, ഇനി നമുക്ക് നോക്കാനുള്ളത് principles of Basel 3 ആണ്. RBI released its guidelines on Basel 3 capital regulation on 2nd May 2012. ആ ഡേറ്റ് ജസ്റ്റ് നോക്കി വയ്ക്കുക. പിന്നെ ഇന്ത്യൻ ബാങ്ക്സ് ഹാവ് ടു മെയിൻറ്റെയിൻ ടയർ 1 ക്യാപിറ്റൽ ഓർ കോർ ക്യാപിറ്റൽ അറ്റ്ലീസ്റ്റ് 7% ഓഫ് ദെയർ റിസ്ക് വെയ്റ്റഡ് അസറ്റ്സ് റേഷ്യോ
or ongoing basis. അപ്പോൾ ഇന്ത്യൻ ബാങ്ക്സിന് 7% ആണ് ക്യാപിറ്റൽ ഓർ കോർ ക്യാപിറ്റൽ, ടയർ 1 ക്യാപിറ്റൽ ഓർ കോർ ക്യാപിറ്റൽ ഇന്ത്യൻ ബാങ്ക്സിന് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പിന്നെ ഉള്ളത് ദ ടോട്ടൽ ക്യാപിറ്റൽ റേഷ്യോ ഇൻക്ലൂഡിങ് ടയർ 1 ആൻഡ് ടയർ 2 മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 9%. ഓക്കെ, നമ്മൾ നേരത്തെ നോക്കി ബേസലിൽ പറഞ്ഞിരിക്കുന്നത് 8% എന്നാണ്, എന്നാൽ ഇന്ത്യൻ ബാങ്ക്സിന് 9% ആണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 9% ഇട്ട് കാൽക്കുലേറ്റ് ചെയ്തത്. അടുത്തത്, ഫ്രം ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് 31st March 2013 ബാങ്ക്സ് വിൽ ഹാവ് ടു ഡിസ്ക്ലോസ് ക്യാപിറ്റൽ റേഷ്യോ കമ്പ്യൂട്ടഡ് അണ്ടർ എക്സിസ്റ്റിംഗ് ഗൈഡ് ലൈൻസ്. അടുത്തത് ചാലഞ്ചസ് ആണ്. ബേസൽ 3യിൽ വരാൻ ചാൻസ് ഉള്ളത്, അതായത് ബേസൽ 3യിൽ വരാനുള്ള ചാലഞ്ചസ് എന്താണെന്ന് നോക്കാം. The following are some problems in the successful implementation of Basel III. Higher capital is required by the banks which is not feasible for the private sector banks. അതായത് നമുക്ക് ഇപ്പോൾ റിസ്ക് കൂടുന്ന അനുസരിച്ച് ഹയർ ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരും. ഹയർ ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരുന്ന സമയത്ത്, അതായത് നമ്മുടെ ക്യാപിറ്റൽ ഒരു 1 lakh ആണ്, അതായത് ഡിപ്പോസിറ്റ് എല്ലാം കൂടെ ചേർത്ത് 1 lakh ആണ് ഒരു ബാങ്കിൻ്റെ കയ്യിലുള്ളതെങ്കിൽ അത് ലോണ് ഫുള്ളായിട്ട് കൊടുക്കാൻ പറ്റില്ല. അതിൽ ഇത്ര % CAR മാറ്റി വെച്ചിട്ട്, അതായത് റിസ്ക് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളത് വെച്ച് മാറ്റി വെച്ചിട്ട്, അതായത് ഇപ്പോൾ 50% റിസ്ക് ആണെന്നുണ്ടെങ്കിൽ 50% മാറ്റി വെച്ചിട്ട് ബാക്കി എമൗണ്ട് മാത്രമേ ലോണായിട്ട് കൊടുക്കാൻ ബാങ്കിന് പറ്റുള്ളൂ. അപ്പോൾ ഹൈ ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരും. അത് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിന് നോട്ട് ഫീസിബിൾ ആയിട്ട് വരും. അതുകൊണ്ടാണ് ഫസ്റ്റ് ചാലഞ്ച് അതാണ്. പിന്നെ ഉള്ളത്, ഹെവി അപ്ഗ്രഡേഷൻ ഇൻ ടെക്നോളജി ആൻഡ് മാനേജ്മെൻറ്റ് സ്റ്റൈൽസ് വിൽ ഇമ്പോസ് ഹ്യൂജ് കോസ്റ്റ് ഓൺ ബാങ്ക്സ് ഓഫ് can affect their profitability in the coming years. അതായത് ഹൈ അപ്ഗ്രഡേഷൻ വരുമ്പോൾ അതും പ്രോഫിറ്റിനെ, ബാങ്കിൻ്റെ പ്രോഫിറ്റിനെ എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അടുത്തത്, ഫർദർ ബാങ്ക്സ് വുഡ് നീഡ് ടു ഇൻവെസ്റ്റ് ഇൻ ലിക്വിഡ് അസറ്റ്സ് വിച്ച് വുഡ് റെഡ്യൂസ് ദെയർ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ. അതായത് നമ്മൾ ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്ര ലിക്വിഡിറ്റി നമ്മുടെ ബാങ്ക് മാറ്റി വെക്കണം എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ സെക്ഷനിൽ. അപ്പോൾ അങ്ങനെ ലിക്വിഡ് അസറ്റ് മാറ്റി വയ്ക്കുന്ന സമയത്തും ലോണായിട്ട് അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് പുറത്ത് കൊടുത്ത് അസറ്റ് പ്രോഫിറ്റ് വരാനുള്ള ചാൻസ് കുറവാണ് ബാങ്കിന്. അപ്പോൾ വിച്ച് വുഡ് റെഡ്യൂസ് ദെയർ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ അത് വെച്ച് കുറയാനാണ് ചാൻസ് കൂടുതൽ. അടുത്തത്, ഹയർ ഡിപ്ലോയ്മെൻറ്റ് ഇൻ ലിക്വിഡ് അസറ്റ്സ് മേ ക്രൗഡ് ഔട്ട് ഗുഡ് പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇഫക്റ്റ് എക്കോണമിക് ഗ്രോത്ത്. ഓക്കെ, ഹയർ ഡിപ്ലോയ്മെൻറ്റ് ഇൻ ലിക്വിഡ് അസറ്റ് പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും എക്കണോമിക് ഗ്രോത്തിനെയും നന്നായിട്ട് അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് ചാലഞ്ചസ് ഉള്ളത്, ഈ ക്യാപിറ്റൽ ഇത്ര കൂടുതലാവുമ്പോൾ, അതായത് കുറച്ച് റിസ്കേ ഉള്ളെങ്കിൽ കുറച്ച് ക്യാപിറ്റൽ മാറ്റി വെച്ചാൽ മതി. ഒരുപാട് റിസ്ക് ആവുന്ന ടൈമിൽ ഒരുപാട് ക്യാപിറ്റൽ ബാങ്ക് മാറ്റി വെക്കേണ്ടി വരും. ആ ടൈമിൽ അത് ബാങ്കിന് നല്ല ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒരുപാട് ലോൺ എമൗണ്ട് കൊടുത്താൽ മാത്രമേ ഒരുപാട് പ്രോഫിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതാണ് ചാലഞ്ചസ് ഓഫ് ബേസൽ 3 എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ ബേസൽ 3യുടെ ഇത് ഹിസ്റ്ററി പറഞ്ഞിട്ടില്ല, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതും പിന്നെ LAF, ബാങ്ക് റേറ്റ്, അതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത സെക്ഷനിൽ കാണാം. താങ്ക് യു.